മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ല. അപ്പൊ പിന്നെ കിട്ടിയതിൽ കലക്കാന്ന് വെച്ച് ഉമ്മടെ ഡാവ് ചെന്നിത്തലാജി ആഭ്യന്തരം കയ്യിൽ കിട്ടിയപ്പോ തന്നെ ഒരു ജാതി കലക്കാണ്. വൻതോതിലുള്ള മയക്കുമരുന്ന് കച്ചവടക്കാരും മയക്കുമരുന്ന് വ്യാപാരികളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെയും ഞങ്ങൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അതെ, കള്ളവാറ്റ്, കഞ്ചാവ് ഇത്യാദി വകയിൽ ഇപ്പോൾ ട്രെൻഡ് സൈക്കാട്രിക് ഡ്രഗ്സ് ആണ്. സൈക്കാട്രിക് ഡ്രഗ്സിനെ തുടച്ചു നീക്കാനായിട്ട് ചെന്നിത്തലാജി അവതരിപ്പിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത പദ്ധതിയാണ്. സംഭവം ഓപ്പറേഷൻ തൂഫാൻ കേറി അങ്ങോട്ട് കത്തി. ആഭ്യന്തര വകുപ്പിനും ചെന്നിത്തലാജിക്കും മീഡിയ അറ്റൻഷനും വേണ്ടോളം കിട്ടി. അല്ലറ ചില്ലറ മറ്റു പാർട്ടിക്കാരെയും സെലിബ്രിറ്റീസിനെയും കൂടി തൂഫാൻ വഴി വലയിലാക്കിയതോടെ ചെന്നിത്തലാജി ഒരു പ്രഖ്യാപനം അങ്ങോട്ട് നടത്തി. ഇതിനകത്ത് നോ എക്സ്ക്യൂസസ് എന്നുള്ളത് പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും സാനം ബൂമറാങ് പോലെ തിരിച്ചടിച്ചു. കാസർഗോഡ് MDMA-യുമായി പിടിയിലായവർക്ക് മുഖ്യമന്ത്രി VD സതീശനുമായി അടുത്ത ബന്ധം. പിടിയിലായ ഒരു വെറും പുള്ളികളല്ലാട്ടാ, യൂത്ത് കോൺഗ്രസ് മുതലേ അങ്ങ് മുഖ്യമന്ത്രിയുടെ സൈബർ വിങ്ങിലടക്കം പിടിയുള്ളവരാണ്. ഇതറിഞ്ഞ ഉടൻ പ്രതിപക്ഷം സടകുടഞ്ഞങ്ങോട്ട് എഴുന്നേറ്റു. മയക്കുമരുന്നിന്റെ ഭാഗമായി നടപടികൾ വന്നാൽ അയാളെ സംരക്ഷിക്കുന്ന നടപടി എന്തുകൊണ്ടാണ് വരുന്നത്? തൂഫാൻ വിഷയത്തിലും കോൺഗ്രസുമായി ബന്ധമുള്ളവർക്ക് പ്രത്യേക നിലപാടും അല്ലാത്തവർക്ക് പ്രത്യേക നിലപാടുമാണോ? എല്ലാം പുറത്തു വന്നുകൂടിയ സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഉത്തരവാദിത്തോടുകൂടി പ്രതികരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാവണം. അടുത്തത് കോൺഗ്രസ് വിങ്ങിന്റെ വക അറസ്റ്റിലായവരെ പെരുമ്പിലാവ് ചന്തയിൽ വെച്ച് കണ്ടുപരിചയില്ല എന്ന സ്കിറ്റാണ്. പിടിയിലായവരെ എറണാകുളത്തുകാരാകുമ്പോ ജില്ലാ പ്രസിഡന്റിനെ അറിയണ്ടാവൂലോ. ഞാൻ ഈ ആളുകളൊന്നും അറിയില്ല. ഈ പറയുന്ന വ്യക്തിയെ യൂത്ത് കോൺഗ്രസിന്റെ ഞാൻ ഇതുവരെയുള്ള ഇടങ്ങളിലൊന്നും കണ്ടിട്ടില്ല. എവിടെയെങ്കിലും വച്ച് ഒരു പടം എടുത്തതിന്റെ പേരിൽ അവരൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. യൂത്ത് കോൺഗ്രസ് പിന്നെ ആദ്യമേ കൈയഴുകി. അയാൾ യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ ചുമതലയിലോ ഭാരവാഹിത്വത്തിലുള്ള ആളല്ല. യൂണിറ്റ് കമ്മിറ്റി ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റി അല്ല. ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് അധികം കിടന്നങ്ങോട്ട് മെഴുകണ്ട. ലെവന്മാരെ സംഘടനയിൽ നിന്ന് പിരിച്ചുവിട്ടതൊക്കെ വാർത്ത വന്നുട്ടാ. കാസർഗോഡ് MDMA-യുമായി പിടിയിലായ ഹുസൈനെ പുറത്താക്കി യൂത്ത് കോൺഗ്രസ്. ഇനി ഇപ്പൊ ഫോട്ടോയും വീഡിയോയും ഒക്കെ പറഞ്ഞ് മാധ്യമപ്രവർത്തകരും പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. എന്തൊട്ടൊക്കെ പറഞ്ഞാലും ഈ വീഡിയോയും ഫോട്ടോയും കണ്ട മനുഷ്യന്മാരുണ്ടതൊക്കെ വിശ്വസിക്കണു. അതേന്ന് നമ്മളും ചോറൊക്കെ കഴിക്കണ്. ഒന്ന് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. CMO ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ചെന്നിത്തലാജി CM സമ്മതിച്ച സ്ഥിതിക്ക് അവസാനമായി ഈ വിഷയത്തെ കുറിച്ച് 2 വാക്ക്. അതിനകത്ത് ആരെ പിടിച്ചാലും ശരി, യൂത്ത് കോൺഗ്രസ് അല്ല, DYFI അല്ല, ആരെ പിടിച്ചാലും ശരി, അവരൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അതിനകത്ത് ആരെയും രക്ഷിക്കാൻ ആരും ഇറങ്ങില്ല. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. പ്രതിപക്ഷ നേതാവേ, CM ലെവന്മാരെ അറിയില്ല എന്നും പറഞ്ഞു. എനിക്ക് ഇന്ന് വരെ സ്വന്തമായിട്ടൊരു സൈബർ പോരാളികൾ ഇല്ല എന്നും പറഞ്ഞു. ഇനിയിപ്പോ ഏത് കൊമ്പത്തെ ആൾക്കാരെ പിടിച്ചാലും ചെന്നിത്തലാജി തൂഫാനായിട്ട് മുന്നോട്ടും പോകും. അത്രേ ഉള്ളൂ.